ഹലോ കൂട്ടുകാരെ, ഞാൻ ഓസ്ട്രേലിയയിൽ എൻ്റെ മാവ് ഇങ്ങനെ മോതിരവളയം ചെയ്തു. ഒരു യൂട്യൂബ് വീഡിയോ കണ്ട്, നാട്ടിലെ ഒരു വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ ചെയ്തതാണ്. മോതിരവളയം ചെയ്താൽ ഇങ്ങനെ മാവ് നന്നായിട്ട് പൊക്കത്തിലോട്ട് ഫുള്ള് കായ്ക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മാവ് മോതിരവളയം ചെയ്തപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ നേരെ പൊക്കത്തിലുള്ള ശിഖരങ്ങളിലെല്ലാം ഇങ്ങനെ പുതിയ നാമ്പ് വന്നിട്ട് മാവ് ശരിക്കും കായ്ച്ചിട്ടുണ്ട്. പൊക്കത്തിലോട്ടൊക്കെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, മാവ് കായ്ക്കാത്തവർ. കാരണം അതിൻ്റെ പൊക്കത്തിലോട്ടുള്ള ശിഖരങ്ങളാണ് കൂടുതലും ഏറ്റവും കൂടുതലായിട്ട് കായ്ച്ചേക്കുന്നത്. താഴെ കുറച്ച് കായ്ച്ചിട്ടുണ്ട്, എങ്കിലും ഭയങ്കരമായിട്ട് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം കുറച്ചുകൂടെ നന്നായിട്ടിത് കായ്ച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ കായ്ക്കാനായിട്ടുണ്ട്. കുറച്ചുകൂടെ പുതിയ നല്ല നാമ്പുകൾ ഇവിടുന്നൊക്കെ ഇട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഈ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന്, ഈ മോതിരവളയത്തിൻ്റെ സംഭവം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഒത്തിരി നല്ലതാണ്, ഇഫക്റ്റീവാണ്. അപ്പം മാവൊക്കെ ശരിക്കും പുതിയ നാമ്പൊക്കെ ഇട്ട് നന്നായിട്ട് എല്ലാവരുടെയും ഇത് കായ്ക്കും. കാരണം ഇത് കായ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3-4 മാസം മുമ്പ് ഇതുപോലെ മോതിരവളയം ചെയ്യണം, എന്നിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ശരി, താങ്ക് യു.